മീനെ പിടിക്കുന്ന ഒരു വലിയൊരു ടാസ്ക് ആയിരിക്കും. മീൻ ഉമ്മാരോ? നിങ്ങൾ നന്നായിട്ട് ബ്രീഡൊക്കെ ആവുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സിലോപ്പി ബ്രീഡ് ആവുന്നുണ്ട്, ഗപ്പി ബ്രീഡ് ആവുന്നുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് ഇതിനെ മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. നമ്മൾ ഈ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തരും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഹരിക്കുട്ടന് ഗപ്പിനെ കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചാണ്, പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല. നമ്മൾ മീനിടാനുള്ള ബക്കറ്റ് എടുക്കണം കേട്ടോ. 2 ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പെയിന്റിന്റെ ബക്കറ്റാണ് കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു 7 Sureek. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ വണ്ടിയോടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ 3 ബക്കറ്റ് ഗപ്പീനെ കൊണ്ടുവരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ഗപ്പീനെ നമ്മളൊരു പാറക്കുളത്തിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. നോർമലി ഗപ്പി ഒത്തിരി ഉണ്ടാവേണ്ടതാണ്. സ്ഥലം ഇവിടെ നിവാസം പറഞ്ഞു. സ്ഥലം കുനിഞ്ഞി, എൻ്റെ വൈഫിന്റെ വീടാണ്. ഞാൻ നിങ്ങളെ ഡയറക്റ്റ് പോയി കുളം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു ബക്കറ്റിലായിരുന്നു. അന്ന് കുറച്ചേ ഉള്ളായിരുന്നു, എനിക്കൊന്ന് 10-40 എണ്ണം ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 400 ഉണ്ടോ 4000 ഉണ്ടോ വിചാരിച്ചാൽ പറയാം. അങ്ങനെ നോക്കി അറിയാൻ പറ്റത്തില്ല, നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടം പോലെ കുളത്തിന്റെ മോള് നിറച്ച് ഫുള്ള് അടിപൊളി. മിണ്ടല്ലേ, അവൻ ഭയങ്കര കുരയാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുളം കാണിച്ചു തരാം. ഇതാണ് അങ്കിളിന്റെ കുളം. ഇതൊരു പാറക്കുളമാണ് കേട്ടോ. അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. അങ്കിളോ നല്ല വെള്ളം ഉണ്ടല്ലോ. അടിപൊളി. തീറ്റ ഇടാണ് കേട്ടോ. ഒരുമാതിരി തീറ്റ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ആക്ടിവിറ്റി അല്ലേ മൊത്തം. അങ്കിൾ ഈ ആമ്പൽ നമ്മൾ കൊണ്ട് വെച്ചാണോ? മീനെ കൊണ്ട് ഇട്ട സമയത്ത് ഇത്ര വെള്ളമില്ല, അന്ന് കുറച്ച് വെള്ളം ഉള്ളായിരുന്നു. കാരണം ഞാൻ ഇവിടെ ഇറങ്ങി നിന്നാ ഇട്ടെ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന മൊത്തം സിലോപ്പിയാണ് കേട്ടോ. ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ സിലോപ്പിയുടെ. വലുത് എന്തായാലും വലിപ്പം ഉണ്ടെങ്കിൽ ഏകദേശം ആണല്ലേ? നമ്മൾ പിടിച്ചായിരുന്നോ? അവിടെ വെള്ളം പോവല്ലേ? ചാടിപ്പോവും. ഇതിപ്പോ വെള്ളം മാത്രമേ പോകുന്നുള്ളൂ അല്ലേ? ഈ കുളത്തിന് ഏകദേശം ഒരാളുടെ ആവശ്യം ഇപ്പൊ വെള്ളമുണ്ട്. പാറ പൊട്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന കുളമാണ്. നടുക്കൊരു നല്ലൊരു ആമ്പലൊക്കെ ഉണ്ട്. അങ്കിള് വെള്ളം പോകാനായിട്ട് ചെയ്തു വെച്ചെന്ന് കാണിച്ചു തരാം. ഇതിന്റെ സൈഡില് ഇതുണ്ട്, ഇതുപോലെ കല്ല് കെട്ടി വെച്ചേക്കുവാണ്. അപ്പൊ അതുപോലെ മണ്ണും വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളം ഓവർഫ്ലോ ആയി പോകുന്ന കൂട്ടത്തില് അധികം മീനൊന്നും പോകത്തില്ല. ചിലപ്പോ ഗപ്പിയൊക്കെ പോയാലായി ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും പോകത്തില്ല. മീനെ പിടിക്കുന്ന ഒരു വലിയൊരു ടാസ്ക് ആയിരിക്കും. കാരണം ഇപ്പൊ വെയിലായതുകൊണ്ട് അധികം മീനുകളൊന്നും പൊങ്ങി നിൽപ്പില്ല. എങ്ങനെ പിടിക്കുന്ന മീനിനെ? കുപ്പി കൊണ്ടോ? മീൻ ഉമ്മാരോ? നമുക്ക് മീനിന് 2 മുട്ടായി മേടിച്ചു കൊടുത്താലോ? അപ്പൊ നമ്മളോടത്ത് വന്നാലോ? കൈയില്ലേ? അയ്യോടാ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇപ്പൊ ഇതിന്റെ മേളിൽ കൂടെ ഒക്കെ ഇഷ്ടംപോലെ ഗപ്പി നടപ്പുണ്ട്. സമയം ഏകദേശം 12 മണിയാണ്. നല്ല വെയിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് വെയിൽ ഒത്തിരി ആകുന്നതിന് മുമ്പ് ഇതൊന്ന് മീനെ പിടിക്കണം. ഇപ്പൊ ഇറക്കി വിട്ട മീനെ പിടിച്ചാലോ? ഇതിപ്പോ ഇറങ്ങി മുങ്ങാൻ പോയിട്ട് 2 മീനെ പിടിക്കുക. അങ്കിൾ ആ സൈഡിൽ നോക്കണം കേട്ടോ. അങ്കിൾ അവിടുന്ന് ഇത് വെച്ചിട്ട് പിടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ബക്കറ്റ് വെച്ചിട്ട് നമുക്ക് എന്നാണേലും ഒന്ന് വല വെച്ചിട്ടൊന്ന് കോരി നോക്കാവേ. ഒരു മിനിറ്റ്. വല വെച്ച് കോരി കഴിഞ്ഞാൽ ഈ കോരിന് എന്താണെങ്കിലും പയ്യങ്ങ് എടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. കണ്ടല്ലോ, അപ്പൊ നമ്മുടെ ഒറ്റ കോരിന് കിട്ടിയതാണ്. അപ്പൊ ഇതിന് നമുക്ക് നേരെ കൊണ്ട് ഇട്ടാൽ മതി, അങ്ങോട്ട് മുക്കിയാൽ മതി. മീനെ കാണിച്ചു തരാം. ഇത് നോക്കിക്കോണേ. നോക്കിക്കോണ്ട് ഇവിടെ ഒരാൾ മീനിനെ കാണാനായിട്ട് ഇത് ഇടയ്ക്കൂടൊക്കെ കയറി വരുന്നത്. ഒന്ന് നോക്കിക്കേ, ഇത് കണ്ടോ? എടുത്ത് മുക്കിക്കോ. അമ്മാരെ അപ്പൊ മുക്കുമ്പോ പൊക്കോളും. എന്നാ പറഞ്ഞേ? കണ്ടല്ലോ, അപ്പൊ നമുക്ക് ആദ്യത്തെ കോരിന് കിട്ടിയ ഗപ്പിയാണ്. ജിനാശം മിക്കാറും ഇന്ന് ജിനാശ വീഴുവാണെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ഒന്നും നോക്കണ്ട. ജിനാശ നമുക്ക് ഇഷ്ടം പോലെ പിടിച്ചു തരും കേട്ടോ. ഈ കോരിന് നമുക്ക് ആദ്യത്തെ കോരിനേക്കാളും കൂടുതൽ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഓ, സിലോപ്പി ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. അടിപൊളി. ഇപ്രാവശ്യം സിലോപ്പി ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ചേ, ഇങ്ങനെ 2 സൈഡിലേക്ക് അടുപ്പിച്ചേ, നടുക്കോട്ട് കൊണ്ടുവന്നേ. ഇനി ഇത് പൊക്കിക്ക്. കണ്ടല്ലോ, ഇപ്രാവശ്യം കൂടുതലുണ്ട്. ഇവിടുത്തെ കൂടെ ഇങ്ങോട്ടിട്ടെ. അടിപൊളി. ഇപ്രാവശ്യം സിലോപ്പി ഉണ്ട് കേട്ടോ. കണ്ടല്ലോ, നമുക്ക് എന്നാണ് വെള്ളത്തിലേക്ക് ഇടാം. ഇവന്മാർ അധികം സ്ട്രഗിൾ ചെയ്യിക്കണ്ട. സിലോപ്പി കുഞ്ഞുങ്ങളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അടിപൊളി. ഇട്ടേ ഇങ്ങനെ മുക്കിയാൽ മതി വെച്ചാൽ. അതിനകത്ത് സിലോപ്പി കുഞ്ഞുങ്ങളുണ്ട്, ഗപ്പിയുണ്ട്. ആ വെള്ളത്തിലൂടെ ഒന്ന് മുക്കിയാൽ മരം കൂടിക്കോളും. നമ്മളത് 3ാമത്തെ പ്രാവശ്യം കോരാൻ പോവാണ്. ഇപ്പൊ ഒത്തിരി ആൾക്കാർക്ക് ഇതിനെ മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഗപ്പിനെ മേടിച്ചുകൊണ്ട് പോവാം. അടിപൊളി. അപ്പൊ നമുക്ക് എന്താണ് ഒന്നും കൂടെ കോരാം കേട്ടോ. ആന്റിയുടെ ആങ്ങളെയും അങ്കിളും കൂടെ പൊട്ടിച്ചുണ്ടാക്കിയ കുളമാണ് കേട്ടോ. നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു 40 എണ്ണത്തിന് ഇതിനകത്ത് കൊണ്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം കാണാൻ മാത്രം പോലും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഇതുപോലത്തെ ഒരു കുളം ഉണ്ടെങ്കിൽ അത് ഭയങ്കര രസമാണ് കേട്ടോ. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ളൊരു പോണ്ട് അത് പാറയ്ക്കകത്ത് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ശരിക്കും ഭയങ്കര കൊതിയാണ് ഇങ്ങനത്തെ സാധനം വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമ്പോൾ. വൈകുന്നേരം സമയത്ത് ഇതിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഇവിടെ കല്ലൊക്കെ ഇട്ടേക്കുന്നുണ്ടോ? ഇവിടെ അങ്കിളൊരു കല്ലിട്ടിട്ടുണ്ട്, അപ്പുറം ഒരു കല്ലിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് മീൻ തീറ്റ കൊടുക്കുമ്പോൾ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇപ്രാവശ്യം മിക്കവാറും അതിനേക്കാളും കൂടുതൽ
ഇതുണ്ടോ നമ്മൾ അയന്തിൽ പിടിച്ച സിലോപ്പിയാണ് കേട്ടോ. അങ്ങനെ സിലോപ്പിന് ഇട്ട് എത്ര നാളായി ഞങ്ങളെ? 2.5 മാസത്തിനുള്ളിൽ 2.5 മാസമായിട്ട് ഒരു 3 സ്റ്റെപ്പെങ്കിലും കുഞ്ഞുങ്ങളായല്ലേ? 4 സ്റ്റെപ്പ്. അടുത്ത ഒരു സ്റ്റെപ്പ് കുഞ്ഞുങ്ങൾ ആയി വരുന്നുണ്ടല്ലേ. നമ്മൾ സിലോപ്പിയെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗപ്പിയും സിലോപ്പി എല്ലാം കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ബ്രീഡൊക്കെ ആവുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സിലോപ്പി ബ്രീഡ് ആവുന്നുണ്ട്, ഗപ്പി ബ്രീഡ് ആവുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടെ കോരാൻ പോവാണ്. ഇപ്രാവശ്യം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ചു നേരം മുക്കി വെക്കും. കുറച്ചു നേരം മുക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ പൊക്കാൻ പോകുന്നത്. ഓക്കെ ജിനാശ, ഓൾ ദി ബെസ്റ്റ്. ഇപ്രാവശ്യം എന്താണ് നമുക്ക് കൂടുതൽ മീൻ കിട്ടുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഇപ്രാവശ്യം മറ്റേ ബക്കറ്റിലിടാം. ഈ ബക്കറ്റിനകത്ത് അത്യാവശ്യം ആയിട്ടുണ്ട്. സിലോപ്പി ഉണ്ട്, ഞാൻ ഒരെണ്ണത്തിനെ കണ്ടു. സിലോപ്പിയാണ് കേട്ടോ. ഇത് കണ്ടോ, സിലോപ്പിയും ഗപ്പി. സിലോപ്പി കുഞ്ഞിനെ കാണിച്ചു തരാവേ. ഇത് അങ്കിൾ ഇതിനകത്ത് കൊണ്ട് ഇട്ടതിന് ശേഷം ബ്രീഡ് ആയതാണ്. അപ്പൊ ഇതിനെയൊക്കെ കൊണ്ടുപോയി നമുക്ക് നമ്മുടെ കുളത്തിലിടാം. ഒരു 2 മാസം അല്ലെങ്കിൽ കൊറോണ എന്ന് തീരുന്നു ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ കുളത്തിൽ നിറച്ച് മീനാകും. അപ്പോൾ നമ്മൾ ഒരു പുതിയ അപ്ഡേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇടും. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. ആ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ പുറകെ ഇടുന്നതാണ്. ആ സമയത്ത് നമ്മൾ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇടുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് മീനെ മേടിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ബക്കറ്റിൽ കുറച്ച് നല്ല വെള്ളം കൂടെ ഒഴിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അത്യാവശ്യം പായലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വീട് വരെ എത്താനുള്ളതാണ്. നമുക്ക് ഏകദേശം 45 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിന്റെ സൈഡ് ഓപ്പൺ ആണ്. ഇപ്പൊ നിങ്ങൾ പിള്ളേരൊക്കെ കണ്ടായിരുന്നു. പിള്ളേർ ഈ വീട്ടിലല്ല, പിള്ളേർ ചേച്ചിമാരുടെ വീട്ടിലാണ്. ചേച്ചിമാരെ രണ്ടുപേരും കെട്ടിച്ചിട്ടാണ് കേട്ടോ. അപ്പം പിള്ളേർ വരുമ്പോഴേക്കും നമ്മൾ ഉറപ്പായിട്ട് സേഫ് ആയിട്ടാണ് വെക്കുന്നത്. വീട് അത്രയും ദൂരത്തിലാണ്. അങ്കിളെ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളിതേ ഇവന്മാരെ നേരെ വണ്ടിയിലോട്ട് കയറ്റാൻ പോകണം കേട്ടോ. അത്യാവശ്യം നല്ല കയറ്റമാണ് കണ്ടല്ലോ. മടുത്തുപോയി. ഡിക്കിക്ക് നമ്മൾ കറക്റ്റ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോ ഇച്ചിരി വെള്ളം തുളുമ്പിയാൽ തന്നെ ഇതല്ലേ വീഴത്തുള്ളൂ. ഒരു ബക്കറ്റ് എടുത്ത് വെക്കുക. അപ്പൊ നമ്മളിതേ ഇത് നേരെ വീട്ടിലോട്ടാണ്. വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീനൊന്നും വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. പപ്പയുടെ മമ്മയുടെ ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഗപ്പീനെ എടുക്കാൻ പോവാന്ന്. ഇനി എന്താണ്, നമുക്ക് മാസ്കിന്റെ ആവശ്യമില്ല. നമ്മളെങ്ങും ഇറങ്ങിയിട്ടില്ല. ഒരെണ്ണം പോലും ചത്തുപോയിട്ടില്ല കേട്ടോ. നമ്മൾ ലാസ്റ്റ് വന്ന് കൊണ്ടുവന്ന വീഡിയോ നമുക്ക് നോക്കി അറിയാം. ഒരു 10-20 എണ്ണത്തിന് മേളിൽ ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടല്ലോ. അല്ല, അതിനകത്ത് സിലോപ്പിയ ഉണ്ട്, ഗപ്പിയുണ്ട്. നമ്മള് സിലോപ്പീൻ ഇടാൻ പോകുന്ന കുളം കാണിച്ചു തരാം കേട്ടോ. സോറി, നമ്മൾ ഗപ്പീൻ ഇടാൻ പോകുന്ന കുളം കാണിച്ചു തരാം. നമ്മൾ ഈ കുളത്തിലാണ് ഗപ്പീൻ ഇടുന്നത് കേട്ടോ. അപ്പൊ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് സിലോപ്പിയ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ മാറിപ്പോവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഇങ്ങോട്ട് മാറ്റുവാണ്. അതിനുശേഷം നമ്മൾ ഗപ്പീനെ മാത്രം നമ്മൾ പിടിച്ച് നമ്മുടെ കുളത്തിലിടും. ഇപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും, നമ്മൾ ഇതിനകത്ത് ഇഷ്ടം പോലെ ഗപ്പീനെ കൊണ്ടിട്ടാണ്. ഇതിനകത്ത് ഇപ്പോൾ അത്രയും ഗപ്പി ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ഒത്തിരി പിള്ളേർ ഇവിടെ ചോദിച്ചു വരും. അപ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ എണ്ണം കൊടുത്ത് തീർന്നു. കൂടാതെ നമ്മുടെ അരാപ്പേമിക്ക് നമുക്ക് ഇഷ്ടം പോലെ തീറ്റയും കൊടുത്തിട്ടുണ്ട് ഗപ്പീന്. അപ്പോൾ ഗപ്പി അങ്ങനെയാണ് തീർന്നത് കേട്ടോ. സിലോപ്പി കുഞ്ഞുങ്ങൾ മാത്രം പിടിച്ച് മാറ്റും. ഇതുണ്ട്, ഇതിപ്പോൾ സിലോപ്പി കുഞ്ഞാണ്. ഇതിന് നമ്മൾ ഇതുണ്ട, ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് സിലോപ്പി കുഞ്ഞാണ്. അടുത്ത സിലോപ്പി കുഞ്ഞ് ഉണ്ടല്ലോ. ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ജസ്റ്റ് ഫുള്ള് കാണിച്ചു തരാം. ഗപ്പിനെ പിടിച്ച് കാണിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. ഇത് കണ്ടോ? പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഹരിക്കുട്ടന് ഗപ്പിനെ കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല. ഇങ്ങോട്ടേക്ക് വാ, ശ്രീകുട്ടി പറയട്ടെ. ഹരിക്കുട്ടന് ഞാൻ ഗപ്പിനെ കൊടുക്കാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഹരിക്കുട്ടൻ നമ്മൾ ഗപ്പിനെ കൊടുക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല. എന്നാ കാര്യം ഹരിക്കുട്ടൻ തന്നെ പറഞ്ഞു, ക്യാമറ നോക്കി പറഞ്ഞു. എന്നാണ് കാര്യം നിനക്ക് തന്നെ അറിയാം. പഠിക്കുന്നില്ല. എത്ര ദിവസമായി പഠിച്ചിട്ട്? എത്ര ദിവസമായി പഠിച്ചിട്ട്? എത്രയാടാ? ഒരാഴ്ചയായി. ഹരിക്കുട്ടൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഹരിക്കുട്ടനായിട്ട് ഞാൻ പുറത്ത് പോകുന്നതും ഗപ്പീനെ കൊടുക്കുന്നതും മീനെ കൊടുക്കുന്നതും ഒക്കെ. അടുത്ത വീഡിയോ വരുമ്പം ആൾക്കാർ ഉറപ്പായിട്ടും ചോദിക്കും ഹരിക്കുട്ടൻ പഠിക്കുന്നുണ്ടോന്ന്. അപ്പം നമ്മൾ എന്നാ പറയും? പഠിച്ചു എന്ന് പറയും. നമ്മുടെ ഈ കുളത്തിൽ നിറച്ച് മീനുണ്ട്. അപ്പം പഠിക്കുന്നുണ്ടെങ്കിൽ ഇവനെ തന്നെ പിടിച്ചോണ്ട് പോകാം. ഇവന് ഇഷ്ടം, ഇവൻ ആവശ്യമുള്ള പിടിച്ചോണ്ട് പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷെ പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. പഠിക്കുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പഠിക്കുവാണെങ്കിൽ ഇതിനകത്ത് നിന്ന് മൊത്തത്തിനും പിടിച്ചോണ്ട് പോകും. എല്ലാ ഗപ്പിനും പിടിച്ചോണ്ട് പോകും. ഈ ഫുൾ ഗപ്പിനും നീ എടുത്തു. ചോദിക്കുക പോലും വേണ്ട. ഈ വലയെ പിടിച്ചിട്ടുണ്ട്. ഒരു ബക്കറ്റായിട്ട് വരിക, കോരിക്കൊണ്ട് പോവുക കേട്ടോ. അപ്പം നമ്മൾ തൽക്കാലം ഇതിനെ എടുത്ത് ഇങ്ങോട്ട് ഇടുവാണ്. അല്ല, ഇതിനകത്ത് ഗപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളതിനെ ഇങ്ങോട്ട് ഇടുവാണ്. കണ്ടോണം, ഇഷ്ടം പോലെ ഗപ്പി. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്, എല്ലാം പ്രസവിക്കാറായതാണ്. ഓൾമോസ്റ്റ് ഒരു 90% പ്രസവിക്കാറായതാണ് കേട്ടോ. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ച് കുഞ്ഞുങ്ങളായിരിക്കും. ഗപ്പി മാത്രമല്ല, ഇത് കണ്ടോ, സിലോപ്പിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ. ഇത് നമുക്ക് കുളത്തിലിടാനുള്ളതാണ് കേട്ടോ. സിലോപ്പി ഉണ്ടോ? സിലോപ്പി ഇല്ല, ഇടുവാണ് കേട്ടോ. ഇതുണ്ടോ,
നമ്മുടെ കുളം ഇന്ന് നിറയും, നമ്മൾ നിറയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഗപ്പി എടുക്കണേ. ഗപ്പി മേളിൽ കൂടെ നടക്കത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ചുമ്മാ ഇങ്ങ് പിടിച്ചാൽ മതി. കണ്ടോ? അപ്പോൾ ഒരു കപ്പ് എടുത്തരോ കുഞ്ഞപ്പ, ഒരു കപ്പ് എടുത്തു നേടാ കുഞ്ഞപ്പ. അടിപൊളി. ഇത് കണ്ട നിൽക്കുന്നേ, ഒന്ന് പിടിച്ചോണ്ട് പോകാനല്ലോ. പഠിക്കണം ശരിക്കും കേട്ടോ. പഠിക്കോ? ഇന്ന് മുതൽ പഠിക്കുമെന്നൊക്കെ ആട്ടോ ഉറപ്പ് പറഞ്ഞേക്കുന്നേ. ഉയ്യോ, തടിയൻ തടിയൻ തടിയൻ. വയറ് നിറച്ച് കുഞ്ഞുങ്ങളുമായ ഒരു ഗപ്പി. ഇതിനകത്തൊന്നും പ്രസവിക്കാറായതില്ലല്ലോ. ഇത് പ്രസവിക്കാറായതല്ലേ? ഇത് പ്രസവിക്കാറായതാ. നമ്മളൊരു സിലോപ്പി കുഞ്ഞിനെ നമ്മൾ അരാപ്പമി കൊടുത്തു നോക്കാം കേട്ടോ. ലൈവ് ബൈറ്റ് ആണ് കണ്ടല്ലോ. അരാപ്പമി ഓൾ സെറ്റ്. ഞാൻ ഇടുവാണ് കേട്ടോ, മാറ്റി ഇടുവാണേ. ഹരിക്കുട്ടാ, നമ്മൾ സിലോപ്പിനെ എന്നാ ചെയ്യാൻ പോകുന്ന അറിയോ? ബക്കറ്റ് ഇടും. അതിന്റെ കാര്യം എന്നാ? വെള്ളം വറ്റിക്കാൻ പോവാ. അപ്പൊ ഹരിക്കുട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ കുളത്തിലെ വെള്ളം വറ്റിക്കാൻ പോവാണ്. അതിനുശേഷം കുളത്തിനകത്ത് ആമ്പൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി മീൻ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തിരിച്ചതിനെ അങ്ങോട്ട് ഇടുന്നില്ല. നമ്മൾ സിലോപ്പിനെ പയ്യെടുത്ത് മാറ്റാൻ പോകണം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ആ വല കൊണ്ട് തന്നെ കോരിയെടുത്തു. വല കൊണ്ട് കോരിയെടുത്തു. ഇതിനകത്ത് നമുക്ക് 2 ആമയും അതുപോലെ തന്നെ കുറെ കാരിയൊക്കെ ഉണ്ട്. ഒഴിച്ചോ, ഫുള്ളാണ് ഒഴിച്ചോ. ഒന്നുമില്ല. ഇട്ടോ ഒന്ന് കാണിച്ചേ. ഉണ്ടല്ലോ, സിലോപ്പിയും ഗപ്പി എല്ലാം ഉണ്ട്. ഇട്ടോടാ. ഓക്കെ, പെർഫെക്റ്റ്. പഠിക്കുവാണെങ്കിൽ ഈ ഗപ്പി എല്ലാം ഹരിക്കൂട്ടനുള്ള കേട്ടോ. ചെരിച്ച് പിടിച്ചേ. ഇഷ്ടം പോലെ മുക്കിയിട്ട് എങ്ങനെയുണ്ട്? എന്താണെങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അത് നമ്മുടെ ചാനൽ ഇനി വരാൻ പോകുന്ന എന്നൊക്കെയാണ് കുളത്തിന്റെ പണി. അതായത് നമ്മുടെ കുളം നമ്മൾ കറക്റ്റ് നാച്ചുറൽ പോണ്ട് പോലെ നമ്മൾ ചെടിയൊക്കെ വെച്ച്, സൈഡിൽ കൂടെ ചെടിയൊക്കെ വെച്ച്, ആമ്പലൊക്കെ വെച്ച്, അതിനകത്ത് വെറൈറ്റികളായിട്ടുള്ള ഇഷ്ടം പോലെ മീനെ മേടിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഹരിക്കുട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാണെങ്കിലും ജസ്റ്റ് ഇപ്പൊ ഞാൻ സപ്പോസ് ഇങ്ങനെ ആലോചിക്കാം, ഞാൻ നിന്റെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ക്യാമറ കാണിച്ചിട്ട് ഹരിക്കൂടാ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നിന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്നായിരിക്കും? ഒന്നുമില്ല. അതിന്റെ പേര് നോക്കിയേ. ഹലോ, നമ്മൾ ഇന്നത്തെ ഗപ്പിയൊക്കെ ഒന്നുകൂടെ പറഞ്ഞോ. ഹലോ, ഇന്ന് നമ്മൾ ഗപ്പിയൊക്കെ കുളത്തിൽ ഇടാൻ പറ്റത്തില്ല. കുളത്തിലെ വെള്ളം മാറ്റിയിട്ടേ ഇടാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരു ബക്കറ്റ് ഇട്ട് വെച്ചേക്കുവാണ്. അരാപ്പയ്മയ്ക്ക് ഒരു തീറ്റി ഇട്ട് കൊടുത്ത്. ചോദിച്ചേട്ടോ, ഞാനേതാടാ? ഹരിക്കുട്ടൻ പറയുന്ന അനുസരിച്ച് ഇത് ഞാനാണ് കേട്ടോ. ഇതൊരു വലിയൊരാളാണ് കേട്ടോ. നമ്മൾ എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള സ്റ്റോറിയൊക്കെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. ഏട്ടാ, നിനക്കിത് മൊത്തം അറിയാമോ? ഉടനെ തന്നെ നമുക്ക് അക്വേറിയം നിറച്ച് കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കാം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വേറെ വീഡിയോസ് വരുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ സെവൻ ശ്രീഹരി എസ് കുമാർ. ഓക്കെ.